പ്രതിഷേധ സാഗരമായി മാറി ബി.ജെ.പിയുടെ MLA ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ശവം തീനികളായ നേതാക്കന്മാർക്കെതിരെ പോരാടുന്ന കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള CPM-ലെ നല്ലവരായ പ്രവർത്തകരെ ബി.ജെ.പിയിലേക്ക് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സ്വാഗതം ചെയ്തു. പ്രിയമുള്ളവരെ, അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന പയ്യന്നൂരിന്റെ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനമുന്നേറ്റ പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് കാട്ടാളമാടമ്പികൾക്കെതിരെ അഴിമതിയുടെ കൂത്തരങ്ങായ പയ്യന്നൂരിന്റെ പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയ പയ്യന്നൂർ MLA ഓഫീസിലേക്കുള്ള BJP മാർച്ചിൽ പ്രതിഷേധമിരമ്പി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സെൻട്രൽ ബസാറിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPM-ന്റേത് ശവംതീനി രാഷ്ട്രീയമാണെന്നും CPM-ന്റെ രക്തസാക്ഷി ഫണ്ടിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദനും ധൈര്യമുണ്ടോ എന്നും സത്യം പറയുന്നയാളെ CPM ഒറ്റുകാരനാക്കുന്നുവെന്നും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇന്റർനാഷണൽ കള്ളനാണെന്നും പിന്നെങ്ങനെ TI മധുസൂദനൻ MLA കക്കാതിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട ഫണ്ട്, ആ ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മധുസൂദനൻ ശരിയായ ശവംതീനിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും. ഈ ശവംതീനി രാഷ്ട്രീയമാണ് ഇന്നത്തെ CPM-ന്റെ രാഷ്ട്രീയം. MV ഗോവിന്ദൻ മാഷും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധൈര്യമുണ്ടോ? രക്തസാക്ഷി ഫണ്ടുകൾ, CPM-ന്റെ രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുക. ശവന്തീനികളായ നേതാക്കന്മാർക്കെതിരെ പോരാടുന്ന CPM-നുള്ളിലെ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള നല്ലവരായ പ്രവർത്തകരെ BJP സ്വാഗതം ചെയ്യുന്നുവെന്നും ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ഒരു കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് വി കുഞ്ഞികൃഷ്ണൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സത്യം തുറന്നു പറഞ്ഞത്. ഇങ്ങനെ ധാരാളം കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാര് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ സ്വീകരിക്കാൻ അവർ പോയത്. കുഞ്ഞികൃഷ്ണന് അനുകൂലമായി നിലപാട് അവരെടുത്തത്. അവരൊക്കെ കത്തി കാണിച്ച് പേടിപ്പിച്ച് TP ചന്ദ്രശേഖരനാക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരെ സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരുമെന്ന് പരസ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത്, നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, കോഴിക്കോട് മേഖലാ സെക്രട്ടറി ബാലകൃഷ്ണൻ പനക്കിയിൽ ഉൾപ്പെടെ നൂറുകണക്കിന് BJP പ്രവർത്തകരാണ് MLA ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. ജനം, കണ്ണൂർ.